Hello dear friends, welcome to RJ's Physics classes. Laws of motion ഫസ്റ്റ് ഇയറിലെ സുന്ദരമായ ഒരു ടോപ്പിക്. ലോസ് ഓഫ് മോഷനിലെ കുറച്ച് വീഡിയോസ് നമ്മൾ കണ്ടു. ആ ഏരിയാസൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ലോസ് ഓഫ് മോഷൻ എന്ന സുന്ദരമായ ഏരിയയിലൂടെ നമ്മളുടെ AC വോൾവോ ബസ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ബുക്കും പെന്നൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ, എഴുതാൻ റെഡിയായി, ഫിസിക്സിലെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ റെഡിയായി, അതിനേക്കാൾ കൂടുതൽ ആ കോൺസെപ്റ്റുകൾ എൻജോയ് ചെയ്യാൻ റെഡിയായി നമ്മുടെ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഈ വീഡിയോയിലൂടെ നമുക്ക് വളരെ സ്മൂത്തായി, വളരെ ഉഷാറായി, ഇഷ്ടത്തോടു കൂടി സഞ്ചരിക്കാം. ലോസ് ഓഫ് മോഷൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അതിനോട് അസോസിയേറ്റ് ചെയ്ത കേസുകളാണ്. എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or of uniform motion along a straight line unless it is compelled by an external unbalanced force. ഇതായിരുന്നു ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനി നമുക്ക് പോവേണ്ടത് ന്യൂട്ടൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെക്കൻഡ് ലോയിലേക്കാണ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ഓക്കെ, വളരെ സിമ്പിളാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ഓക്കെ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയണത് ഇങ്ങനെയാണ്: റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു external force applied and change in momentum will take place in the direction of force. Rate of change of momentum is directly proportional to external force applied and change in momentum will take place in the direction of force. Rate of change of momentum is directly proportional to external force applied and change in momentum will take place in the direction of force. ഇതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോവിൻ്റെ ഇക്വേഷൻ. ഇതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോൻ്റെ ഇക്വേഷൻ. ഇത് നോക്കി വായിച്ചാൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആയി മാറും. ഈ ഇക്വേഷൻ നോക്കി വായിച്ചാൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആയിട്ട് മാറും. നോ പ്രോബ്ലം. Something divided by time, it is called rate of change of. So rate of change of momentum, momentum by time. Rate of change of momentum is directly proportional to external force applied and change in momentum will take place in the direction of force. Definition കിട്ടാൻ ഈ ഇക്വേഷൻ നോക്കി വായിച്ചാൽ മതി. Rate of change of momentum is directly proportional to external force applied and change in momentum will take place in the direction of force. So ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ നമ്മൾ പറഞ്ഞു, rate of change of momentum is directly proportional to external force applied. ഇതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ഈ ലോനെ ഒന്ന് തിരിച്ചെഴുതാണ്. സോ ഡെഫിനിഷൻ മറക്കരുത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ചേഞ്ച് ഇൻ മൊമെൻറ്റം വിൽ ടേക്ക് പ്ലേസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ്. ആൻഡ് ചേഞ്ച് ഇൻ മൊമെൻറ്റം വിൽ ടേക്ക് പ്ലേസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ് എന്നാണ്. ഫോഴ്സിൻ്റെ ഡിറക്ഷനിലാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടാവുക. Rate of change of momentum is directly proportional to external force applied and change in momentum will take place in the direction of force. വളരെ സിമ്പിളാണ് പറയാൻ. ഇപ്പോൾ ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ ഇവിടുന്ന് ഫോഴ്സ് കൊടുക്കുകയാണ്. ഏത് ഭാഗത്തേക്കാണ് അതിന് ചേഞ്ച് ഇൻ മൊമെൻ്റ് ഉണ്ടാവുക? ഒരു സംശയമില്ല, എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുത്തത് ആ ഭാഗത്തേക്കാണ് അല്ലേ. ഇപ്പം നമ്മൾ കല്ലെടുത്ത് ഇങ്ങനെ എറിഞ്ഞാൽ കല്ല് ആ ഡയറക്ഷനിലല്ലേ നീങ്ങുക, ഇങ്ങോട്ട് പോവില്ല. ഓക്കെ, ഏത് ഡിറക്ഷനിലേക്ക് ഫോഴ്സ് കൊടുത്തോ ആ ഡിറക്ഷനിലേക്കാണ് ഓബ്ജക്റ്റ് നീങ്ങുക. ഈ ചെറിയ കുട്ടികളൊക്കെ നമ്മളെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വരാറുണ്ട് സാധാരണ. വീട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന സമയത്ത് അപ്പോൾ ആ കുട്ടി ബോളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ വരച്ചിട്ടൊക്കെയാണ് പോവുക.
പോയി കഴിഞ്ഞിട്ട് ആ ക്രിക്കറ്റ് ആക്ഷനിൽ തന്നെ ബോൾ ചെയ്യും. അങ്ങനെ ബോൾ ചെയ്യുമ്പോൾ മിക്കവാറും ആ ബോൾ പോവുക ബാക്കിലേക്കായിരിക്കും. കാരണം കുട്ടിക്ക് അറിയില്ല എവിടെ നിന്നാണ് ആ ബോൾ ലീവ് ചെയ്യേണ്ടതെന്ന്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ കുട്ടി ഇങ്ങനെ കയ്യാണ് വീശുമ്പോൾ ബാക്കിലേക്കാണ് ഫോഴ്സ് വരുന്നത്, ബോൾ അങ്ങോട്ട് പോകും. അതേസമയം നമ്മൾ എറിയുമ്പോൾ ആ പ്രശ്നം വരാറില്ല. കാരണം നമുക്കറിയാം എവിടെയാണ് ഫോഴ്സ് കൊടുക്കേണ്ടത്, ആ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുക, ഓബ്ജക്റ്റ് നീങ്ങുക. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒരാളെ അങ്ങോട്ട് തിരിഞ്ഞ് നിർത്തുകയാണ്. നമ്മൾ ഈ 2 വിരലിനിടയിൽ ബോൾ വെച്ചിട്ട് ഇങ്ങനെ എറിയാണ്. ഈ 2 വിരലിനിടയിൽ ബോൾ വെച്ചിട്ട് ഇങ്ങനെ എറിയാണ്. ഈ 3 വിരലിനിടയിൽ ബോൾ വെച്ച് എറിയാണ്. നമ്മൾ മാക്സിമം ശക്തിയിൽ തിരിഞ്ഞു നോക്കാണ്ട് തന്നെ അയക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവില്ലേ? കാരണം നമ്മൾ കൊടുക്കണ ഫോഴ്സിനനുസരിച്ചിട്ടാണ് ആ ബോളിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം. അത്രയും ന്യൂട്ടനും പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ ഇക്വേഷൻ നമുക്കറിയാം. ഇതിനെ നമുക്ക് ഇങ്ങനെ തിരിച്ചെഴുതാം. F external is directly proportional to dp by dt. Okay, ഇനി F external is equal to k into dp by dt. നമുക്കറിയാമല്ലോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സൈൻ ഉണ്ടെങ്കിൽ അത് ഈക്വൽ സൈൻ ആക്കി മാറ്റുമ്പോൾ അവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും, ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റൻ്റ് ആണ് k. സോ F is equal to k into dp by dt. ലോജിക് ക്ലിയർ അല്ലേ? F is equal to k into dp by dt. ലോജിക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴേ, പബ്ലിക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കും. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഫ്രം ദിസ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ്. State and explain Newton's second law. From this derive the expression for force. ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ഫ്രം ദിസ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് എന്നാണ്. ഓക്കെ, അതിൽ നിന്ന് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, എഫ് എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു k into d by dt of mv. F is equal to k into d by dt of mv. നമ്മൾ എമ്മിനെയും കൂടിയും പുറത്തേക്ക് എടുക്കുക. F external is equal to km into dv by dt. What is this dv by dt? dv by dt is nothing but acceleration. So F is equal to kma. Okay, F is equal to kma. K എന്നുള്ളതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്തത് 1 ആയിട്ടാണ്. 1 കിലോഗ്രാം മാസ്സുള്ള ഒരു ഒബ്ജക്റ്റിന് 1 മീറ്റർ സ്ക്വയർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ് എത്രയോ അതാണ് 1 ന്യൂട്ടൺ. ന്യൂട്ടൺ ഈസ് എ യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, 1 കിലോഗ്രാം മാസിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ് 1 ന്യൂട്ടൺ ഇസ് എ ഫോഴ്സ് റിക്വയർഡ് to produce an acceleration of 1 meter per second square on a mass of 1 kilogram. So what should be K? This is 1, this is 1 and this is 1. So K must be 1. Okay, so K എന്നുള്ളതിൻ്റെ വാല്യൂ 1 ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. So we will get the answer F is equal to ma. State and explain Newton's second law. From this derive the expression for force. Question answer complete ആയില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. Okay, so dp by dt is proportional to F external. Rate of change of momentum is directly proportional to external force applied. Okay, and change in momentum will take place in the direction of force. That was Newton's second law. Then ഇതിനെ നേരെ തിരിച്ചെഴുതി എഫ് എക്സ്റ്റേണൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. പ്രൊപ്പോർഷണൽ ടു എന്ന് വന്നു കഴിഞ്ഞാൽ ഈക്വൽ സൈൻ ആക്കി മാറ്റും, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് ആണ് കെ. സോ എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. ഓക്കെ, ദെൻ പി എന്നുള്ളതിന് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പി ഈക്വൽ ടു എം വി. സോ എഫ് ഈസ് ഈക്വൽ ടു
km ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്. സോ എഫ് ഈസ് ഈക്വൽ ടു കെ എം എ. എഫ് ഇസ് ഈക്വൽ ടു കെ എം എ. ഓക്കെ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കെ എം എ ആണ് വരിക. കെ എന്നുള്ളതിൻ്റെ വാല്യൂ 1 ആണ്. വി വിൽ ഗെറ്റ് ദി ആൻസർ എഫ് ഈസ് ഈക്വൽ ടു എം എ. ഐഡിയ കിട്ടിയോ? ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ സംശയങ്ങളൊന്നുമില്ലല്ലോ. വളരെ ഈസി ആയിട്ട് ഈ ഐഡിയ കിട്ടും. ഓക്കെ, ഇനി ഈ പറഞ്ഞ സംഭവത്തിനെ നമുക്കൊന്ന് മാറ്റി എഴുതിക്കൂടെ? എഫ് ഇസ് ഈക്വൽ ടു എം വി മൈനസ് എം യു ഡിവൈഡഡ് ബൈ ടി. ഇതെവിടുന്നാ കിട്ടിയേ? വെരി സിമ്പിൾ. എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വി മൈനസ് യു ബൈ ടി ആണ്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ? വി ഈക്വൽ ടു യു പ്ലസ് എ ടി വരുമ്പോൾ വാട്ട് ഈസ് എ? വി മൈനസ് യു ബൈ ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. എം വി മൈനസ് എം യു ബൈ ടി. എം വി ഈസ് ഫൈനൽ മൊമെൻറ്റം, എം യു ഈസ് ഇനീഷ്യൽ മൊമെൻറ്റം. സോ ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അവിടുത്തെ സമയം ഏതാണെന്ന് ചോദിച്ചാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം പ്രൊഡ്യൂസ് ചെയ്യണത് എത്ര സമയമാണോ അതാണ് ഡെൽറ്റ ടി. ചേഞ്ച് ഇൻ മൊമെൻറ്റം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെൽറ്റ ടി എന്ന് വിളിക്കുക. ആ സമയം മാത്രമേ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ചേഞ്ച് ഇൻ മൊമെൻറ്റം പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ടൈം. ഓക്കെ, അപ്പോൾ ഈ സമയം കൂടിക്കൂടി വന്നാൽ വാട്ട് വിൽ ഹാപ്പൻ? ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിനുള്ള സമയം കൂടിക്കൂടി വന്നു. ആ കേസ് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കേസ് വളരെ സിമ്പിളാണ്. ഇപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് 1 കിലോഗ്രാം എന്നുള്ള മാസ് മൂവ് ചെയ്യണത്. സോ മൊമെൻറ്റം 1 കിലോഗ്രാം ഇൻറ്റു 1 മീറ്റർ പെർ സെക്കൻഡ്, ഇറ്റ്സ് മൊമെൻറ്റം ഈസ് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 1 കിലോഗ്രാം 1 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻറ്റം വരിക 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി ഈ 1 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വെലോസിറ്റി 2 മണിക്കൂർ സമയം കൊണ്ടാണ് 2 മീറ്റർ പെർ സെക്കൻഡായിട്ട് മാറണത്. ഓക്കെ, 2 മണിക്കൂർ കൊണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 60 ഇൻറ്റു 60 7200 സെക്കൻഡ് കൊണ്ടാണ് 1 മീറ്റർ പെർ സെക്കൻഡ് 2 മീറ്റർ പെർ സെക്കൻഡായി മാറണത്. ഇത്രയും സമയം എടുക്കുകയാണ് ആ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന്. സോ ഫോഴ്സ് കൂടുകയോ കുറയോ? വളരെ സിമ്പിൾ അല്ലേ? ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ 2 കിട്ടിയേ? 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡായിട്ട് മാറി. 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ പോണ വസ്തുവിൻ്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡായിട്ട് മാറി. അപ്പോൾ മാസിൻ്റെ വെലോസിറ്റി 2 ആയി. ഫൈനൽ മൊമെൻറ്റം 2, ഇനീഷ്യൽ മൊമെൻറ്റം 1. സോ ചേഞ്ച് വിൽ ബി 1. ഇവിടെ 1 എന്ന് വരും ചേഞ്ച് ഇൻ മൊമെൻറ്റം. സമയോ 7200 സെക്കൻഡ്സ്. സോ 1/7200 ഓർ 1/7200 ഇതായിരിക്കും അവിടുത്തെ ഫോഴ്സ്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഫോഴ്സ് കൂടുതലാവുമോ കുറവാവുമോ? ആ ഫോഴ്സ് വളരെ 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 കുറയും. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൻ്റെ സമയം കൂടുന്തോറും അതിൻ്റെ ഫോഴ്സിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരും. ഗോട്ട് ഇറ്റ് പ്രോപ്പർലി? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ലോജിക് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദ ഡെൽറ്റ ടി ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇഫ് ടൈം റിക്വയർഡ് ഫോർ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻക്രീസസ്, the force will drastically reduce. അതിൻ്റെ ഫോഴ്സ് എന്ത് ചെയ്യും? വല്ലാണ്ട് താഴേക്കാണ് വരും, അല്ലെങ്കിൽ വല്ലാണ്ട് കുറയും. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈഡ്. ഓക്കെ, ഇതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറഞ്ഞത്. സോ F equal to delta P by delta T, or simply F is equal to dP by dt. ഇത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ്, ഇതും ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ്. സോ ഇത് രണ്ടും ഒന്നല്ലേ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. ഇത് രണ്ടും ഒന്നല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളെ മറുപടി വേണമെങ്കിൽ ഒന്ന് എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് രണ്ടും രണ്ടെന്നെയാണ്.
if the mass is constant, we can use this equation. If the mass is a variable, we can use this equation. Mass constant ആണെങ്കിൽ we can use F is equal to ma. Mass variable ആണെങ്കിൽ we can use F is equal to dp by dt. Okay, so ഇതും അല്ല ആക്ച്വലി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോൻ്റെ വിശ്വരൂപം, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഫോം ആക്ച്വലി ഇതും അല്ല. പകരം ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് മുകളിലേക്ക് നീങ്ങാം. F is equal to dp by dt means F is equal to d by dt of mv. F is equal to d by dt of mv. ഇതെങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് m ഇൻറ്റു dv by dt പ്ലസ് dm by dt into v. This is actually Newton's second law. Newton's second law in the original form. F is equal to m into dv by dt plus dm by dt into v. ഇതാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ഓക്കെ, if mass is a constant, dm by dt is 0. So this quantity becomes 0. F is equal to m into dv by dt. dv by dt is nothing but acceleration, so we can use F is equal to ma. In the case of variable mass, you have to select this one, okay, and this one too. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഈ രണ്ട് കേസുകളും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും എപ്പോ? വേരിയബിൾ മാസ് പ്രോബ്ലത്തിൽ. ഓക്കെ, സോ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്താണെന്ന് ചോദിച്ചാൽ F is equal to dp by dt. That's the correct answer. Okay, rate of change of momentum is directly proportional to external force applied. If mass is a constant, we can use F is equal to ma. Mass constant ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം F is equal to ma. Okay, in the case of variable mass problem, we can use F is equal to dp by dt. നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ മാസ് വേരിയബിൾ ആവോ ഇല്ല എന്നൊന്നും. അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫ് ഇത് ഉപയോഗിക്കുകയാണ്. കോൺസ്റ്റൻ്റ് ആണെങ്കിലും ഇത് പറ്റും, വേരിയബിൾ ആണെങ്കിലും പറ്റും. അപ്പോൾ ഏറ്റവും ആപ്റ്റ് ഇക്വേഷൻ ഇതാണ്. ഇൻ ദ കേസ് ഓഫ് കോൺസ്റ്റൻറ്റ് മാസ് വി ക്യാൻ യൂസ് F is equal to ma. ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ്. നമ്മളെ മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, ഓടിയാണ് ചെന്നിട്ട് ഒറ്റ തളലാണ് കൊടുത്തു, ഭയങ്കര സ്പീഡിൽ. അയാൾ തെറിച്ചാണ് വീഴും. അയാൾക്ക് മൊമെൻറ്റം ചേഞ്ച് ഉണ്ടായി. എന്തുകൊണ്ടാണ് മൊമെൻറ്റം ചേഞ്ച് ഉണ്ടായേ? ഡ്യൂ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ അസ്. അല്ലേ, നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ എഫക്റ്റിൽ അയാൾക്ക് എന്തുണ്ടാവുകയാണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടാവുകയാണ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്കറിയാം F is equal to dp by dt. ഇതാണല്ലോ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ. ഓക്കെ, ഓർ F is equal to m into v minus u by t, or F is equal to ma. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്ക് കിട്ടിയ ഇക്വേഷൻ F is equal to ma. അതിൽ നിന്ന് നമുക്ക് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ കിട്ടും. നമുക്കറിയാം സർ എങ്ങനെ ഡിഫൈൻ ചെയ്യുക, എങ്ങനെ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുക? ലോകത്തിലെ ഏത് ഇക്വേഷൻ ഇൻറ്റു എന്നുള്ള സിമ്പൽ വെച്ച് വന്നാലും ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. സോ ഫോഴ്സ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഇറ്റ്സ് ആക്സിലറേഷൻ. Force is the product of mass and its acceleration. Force in the definition, F is equal to ma. That is, force is the product of mass and its acceleration. Force is a product of mass and its acceleration. Idea clear alle? സംശയമൊന്നുമില്ലല്ലോ. That is too simple. ആണല്ലോ. ഓക്കെ, സോ ഫോഴ്സ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഇറ്റ്സ് ആക്സിലറേഷൻ. നത്തിങ് ബട്ട് F is equal to ma. F is equal to ma. That means force is a product of mass and its acceleration. Okay, then unit of force.
ഫോഴ്സിൻ്റെ യൂണിറ്റ്. വെരി സിമ്പിൾ. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെ വിളിച്ച ഒറ്റ വാക്കായിരുന്നു ന്യൂട്ടൺ. ഇതിനെ വിളിച്ച ഒറ്റ വാക്കാണ് ന്യൂട്ടൺ. സോ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. ഓക്കെ, യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടൺ ആണ്. ഇനി ഇത് SI സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ്. CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ഡൈൻ ആണ്. ഡൈൻ മീൻസ് ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ഡൈൻ എന്ന് പറയണത്. ഓക്കെ, സോ ഇവർ തമ്മിലുള്ള റിലേഷൻ വളരെ സിമ്പിളാണ് പറയാൻ. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1 കിലോഗ്രാം 10 ക്യൂബ് ഗ്രാം. 1 മീറ്റർ 10 സ്ക്വയർ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഇതിൽ രണ്ട് സംഖ്യകളുണ്ട്, 10 ക്യൂബ് 10 സ്ക്വയർ. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10⁵. സോ 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡൈൻ അല്ലേ? സോ വി വിൽ ഗെറ്റ് ദി ഐഡിയ. 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ. 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ. ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ ആണ്. ക്ലിയർ? കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. ഫൈൻ. അപ്പോൾ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിനെ വിളിക്കണ ഒറ്റ വാക്കാണ് ന്യൂട്ടൺ. 1 ന്യൂട്ടൺ ഈസ് 10⁵ ഡൈൻ. ഓക്കെ, ഇനി ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. മാസിൻ്റെ ഡയമെൻഷൻ m, ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ LT⁻². സോ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ MLT⁻². Dimension of force is MLT⁻². Is force a vector or scalar? No doubt at all, force is a vector since acceleration is a vector. Force is a vector because acceleration is a vector. Acceleration is a vector because velocity is a vector. Velocity is a vector because displacement is a vector. Force is a vector because acceleration is a vector. Acceleration is a vector because velocity is a vector. Velocity is a vector because displacement is a vector. അപ്പോൾ ഇതൊക്കെ വെക്ടറാണെന്ന് പഠിച്ചില്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്, വെലോസിറ്റി വെക്ടറാണ്, ആക്സിലറേഷൻ വെക്ടറാണ്, ഫോഴ്സ് വെക്ടറാണ്. ഓക്കെ, സോ ഫോഴ്സ് ഇസ് എ വെക്ടർ ബിക്കോസ് ആക്സിലറേഷൻ ഇസ് എ വെക്ടർ. Acceleration is a vector because velocity is a vector. Velocity is a vector because displacement is a vector. Got it? So we will get the idea. Force is a vector quantity. Force is a vector quantity. Okay, so write down the first question. A car is moving with a velocity 72 km/h. A car is moving with a velocity 72 km/h. Comes to rest after 200 meter. After 200 meter, find the retarding force. Find the retarding force by the brakes. By the brakes. Find the retarding force provided by the brakes. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല രസമായിട്ട് ചോദിക്കാം. ഞാനിത് 3 എഴുതണ്ടേ എന്നുള്ള മടിക്ക് നിർത്തിയതാണ്. A car is moving on a straight road with a velocity 72 km/h. The driver suddenly sees a child standing on the middle of the road at a distance 200 meters away from him. He applied brake and the accident is just avoided.
Find the retarding force provided by the engine or provided by the brake. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ലെവൽ റോഡിലൂടെ 72 km/h ഒരു കാറ് പോവായിരുന്നു. ഡ്രൈവർ പെട്ടെന്ന് 200 മീറ്റർ ദൂരത്ത് ഒരു കുട്ടി റോഡിലിരിക്കണത് കണ്ടു. ഹി അപ്ലൈഡ് ബ്രേക്ക് ആൻഡ് ദ ആക്സിഡൻറ്റ് ഈസ് ജസ്റ്റ് അവോയ്ഡഡ് എന്ന് പറഞ്ഞാൽ മുട്ടിയില്ല എന്നുള്ള രീതിയിൽ ആ കാറ് പോയി നിന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബ്രേക്ക് പ്രൊവൈഡ് ചെയ്ത റിട്ടാർഡിംഗ് ഫോഴ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. റിട്ടാർഡേഷൻ എത്രയെന്ന് ചോദിച്ചാൽ ഇത് 1 ഡയമെൻഷനായി. റിട്ടാർഡിംഗ് ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ ലോസ് ഓഫ് മോഷനായി. കാരണം വളരെ സിമ്പിൾ. എ കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് എം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത എഫ് ആയി. എ ചോദിച്ചാൽ മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ, എഫ് ചോദിച്ചാൽ ലോസ് ഓഫ് മോഷൻ. ഒരേ ക്വസ്റ്റ്യൻ, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ ഐഡിയ സിമ്പിളാണ്. ആ കാറ് നീങ്ങണ ഇനീഷ്യൽ വെലോസിറ്റി 72 km/h, അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ നമുക്കറിയാം 5/18. യു വിൽ ഗെറ്റ് 20 m/s. ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈനിൽ ഇതിൻ്റെ ഡയറക്റ്റ് കൺവേർഷൻ നമ്മൾ എഴുതി അല്ലെങ്കിൽ പഠിച്ചതാണ്. പിന്നെ അത് മറന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഞാൻ അവിടെ അങ്ങനെ എഴുതിയത്. ഓക്കെ, ഇനി വി എന്നുള്ളത് 0. ഓക്കെ, വി എന്നുള്ളത് 0 ആണ്. ദെൻ എസ് തന്നിട്ടുണ്ട് 200 മീറ്റർ. ഓക്കെ, ഇനി ഈ വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടെ കാറിൻ്റെ മാസ് തരണം. ഇറ്റ് ഈസ് 800 kg. മാസ് ഓഫ് ദി കാർ ഈസ് 800 kg. ആ ഗിവൺ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം തരും. ഓക്കെ, സോ മാസ് എഴുതിയേക്കാം. മാസ് ഈക്വൽ ടു 800 kg. ഓക്കെ, മാസ് ഈസ് ഈക്വൽ ടു 800 kg. ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഈ 3 കേസ് അറിയാം. ആക്സിലറേഷൻ കിട്ടണം. വി ഹാവ് ദ റിലേഷൻ v² ഈക്വൽ ടു u² പ്ലസ് 2as. So 0 equal to 20² plus 2a into 200. ഓക്കെ, ഇത് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ 400a equal to 400 minus 400. So a equal to -1 m/s². റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ 1 m/s². ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ -1 m/s². ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ കിട്ടി. ഇനി റിട്ടാർഡിംഗ് ഫോഴ്സ് കാണൽ സിമ്പിൾ അല്ലേ? റിട്ടാർഡിംഗ് ഫോഴ്സ് കാണാൻ മാസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ റിട്ടാർഡിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 800 into 1. ആൻസർ ഈസ് 800 Newton. 800 into 1. ആൻസർ ഈസ് 800 Newton. ലോജിക് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ, അതിൻ്റെ ഐഡിയ സിമ്പിൾ. ഇനീഷ്യൽ വെലോസിറ്റി തന്നു, കംസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോളുക ഫൈനൽ വെലോസിറ്റി 0. ഡിസ്പ്ലേസ്മെൻറ്റ് തന്നു, എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? ആക്സിലറേഷൻ. വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ v² ഈക്വൽ ടു u² പ്ലസ് 2as. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ കിട്ടും. ആ റിട്ടാർഡേഷനെ നമ്മൾ F ഈസ് ഈക്വൽ ടു ma എന്നുള്ള ഇക്വേഷനിൽ ഉപയോഗിച്ചാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് റിട്ടാർഡിംഗ് ഫോഴ്സ്.